തിരുവമ്പാടി KCB ഓഫീസ് ആക്രമിച്ച കേസിൽ പ്രതികളുടെ ജാമ്യം താമരശ്ശേരി കോടതി തള്ളി. ഭയമില്ലാതെ ജോലി ചെയ്യാൻ പൊതുസേവകർക്ക് അവസരമുണ്ടാകണമെന്നും കോടതി നിരീക്ഷിച്ചു. വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്നു ചേരുന്നു. അഭിജിത്ത്, വളരെ കോൺട്രവേഴ്ഷ്യലായ വിവാദമായ ഒരു കേസാണ്. എന്തൊക്കെയായിരുന്നു കോടതിയുടെ നിരീക്ഷണങ്ങൾ, വിവരങ്ങൾ? സുഹൈൽ, വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിന് പിന്നാലെയാണ് അജ്മൽ തിരുവമ്പാടി KCB-യിലെത്തി ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തി എന്നുള്ളൊരു പരാതി ഉയരുന്നത്. പിന്നാലെ തിരുവമ്പാടി പോലീസ് അജ്മലിനെയും സഹോദരൻ ഷഹദാദിനെയും അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിലവിൽ ഇവർ റിമാൻഡിലാണ്. ഇവരുടെ ജാമ്യാപേക്ഷ പരിഗണിച്ച താമരശ്ശേരി കോടതിയാണ് നിലവിൽ ഒരു ജാമ്യം നിഷേധിക്കുന്ന ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിൽ കോടതി നിരീക്ഷിക്കുന്നത് ഇപ്രകാരമാണ്: നിർഭയമായി ജോലി ചെയ്യാൻ പൊതുസേവകർക്ക് അവസരമുണ്ടാകണം. ഒപ്പം തന്നെ ഇത്തരം കേസുകളിൽ യാതൊരു വിട്ടുവീഴ്ചയും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നിലവിൽ നൽകുന്നുണ്ട്. ഏതായാലും ഇവർ രണ്ടുപേരുടെയും ഈ കേസുകളിലെ പ്രതികൾ രണ്ടുപേരാണ്, അജ്മൽ ഒപ്പം തന്നെ സഹോദരൻ ഷഹദാദ്. ഇവർ രണ്ടുപേരുടെയും ജാമ്യാപേക്ഷ നിലവിൽ കോടതി തള്ളിയിരിക്കുകയാണ്. ഇപ്പോൾ അഭിഭാഷകൻ പറയുന്നതനുസരിച്ച് അവർക്ക് നാളെയാണ് ഇതുമായി ബന്ധപ്പെട്ട കോപ്പി കോടതിയിൽ നിന്ന് ലഭിക്കുക. താമരശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഈ ജാമ്യം തള്ളിക്കൊണ്ടുള്ള കോപ്പി ലഭിച്ചതിന് ശേഷം ശനിയും ഞായറും കടന്ന് തിങ്കളാഴ്ച ഇവർ ജില്ലാ കോടതിയെ സമീപിക്കുമെന്നുള്ളതാണ് നിലവിൽ അഭിഭാഷകൻ വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ കേസിലെ പ്രതികളെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ് അവർക്കുണ്ടായിട്ടുള്ളത്. സുഹൈൽ, ജാമ്യത്തിൽ അപ്പീൽ പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഭിജിത്ത് മുഴക്കുന്നതാണ് വാർത്തയുടെ വിശദാംശങ്ങൾ.